ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു പഴക്കച്ചവടക്കാരി ആ ഗ്രാമത്തിലൂടെ നടന്നു വരുവാണേ. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണനുണ്ടല്ലോ, കളിച്ച് ക്ഷീണിച്ച് ഇങ്ങനെ വരുവാ. അവൻ ആ കോടിയിലെ പഴങ്ങളൊക്കെ കണ്ടപ്പോൾ കൊതിയായി. അപ്പോൾ ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്തെന്നറിയോ? ആ പെണ്ണിനോട് ചോദിച്ചു, എനിക്കൊരു പഴം തരുമോ എന്ന്. അന്നത്തെ കാലത്ത് ഇന്നത്തേതുപോലെ ക്യാഷ് കൊടുത്തൊന്നുമല്ല സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിന് പകരം ധാന്യങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അവൾ ഉണ്ണിക്കണ്ണനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് അരി കൊണ്ടുവന്ന് തരുവാണെങ്കിൽ പഴം തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിക്കണ്ണൻ ഓടിപ്പോയി ആ കുഞ്ഞു കൈകളിൽ കിട്ടാവുന്ന അത്രയും അരി എടുത്തുകൊണ്ട് വന്നു. പക്ഷെ നടന്നു വരുന്ന സമയത്തുണ്ടല്ലോ, അരികൾ ആ കുഞ്ഞു കൈയിലൂടെ ചോർന്ന് പോകുന്നത് അവൾ കാണുന്നുണ്ടേ. അങ്ങനെ അവളുടെ അടുത്ത് വരുന്ന സമയത്ത് മുള്ളൻ കൈയിൽ കുറച്ച് അരിമണികളേ ഉള്ളൂ, ബാക്കിയെല്ലാം ചോർന്നു പോയേ. പക്ഷെ ആ കുഞ്ഞിൻ്റെ കോമളത്തും ആ കുഞ്ഞു കൈകളുടെ ഭംഗിയും കണ്ടപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നിയേ. ആ സന്തോഷം കൊണ്ട് അവളൊരു മാമ്പഴം എടുത്ത് ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ കൊടുത്ത്, അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ കൈകളിൽ ഉണ്ടായിരുന്ന അരിയെല്ലാം ഇല്ലേ ആ കൂടിലോട്ട് വീണുകൊണ്ടിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മുടെ ഉണ്ണിക്കണ്ണൻ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവന് മാങ്ങയോടുള്ള കൊതി കൊണ്ട് ഇങ്ങനെ കടിച്ച് തിന്നുക. ആ സമയത്ത് ഈ അരിമണികൾ വീണ പഴങ്ങളെല്ലാം ഇല്ലേ മുഴുവനായിട്ടും സ്വർണ്ണമായി മാറി. ഇത് കണ്ട് അവൾ അത്ഭുതത്തോടെ കണ്ണനെ നോക്കി. ആ നിമിഷം അവൾക്ക് അതുവരെ ലഭിക്കാത്ത ആനന്ദവും അനുഭൂതിയും ലഭിച്ചു. അവൾ കണ്ണൻ്റെ വിശ്വരൂപം ദർശിച്ചു. ഹരേ കൃഷ്ണ.